ട്രോളിംഗ് നിരോധന കാലത്തെ സഹായം നൽകാതെ മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ നൽകിയിരുന്ന സൗജന്യ റേഷനും സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴിയുള്ള സഹായവും കൃത്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സിജു, ഗുഡ് മോർണിംഗ്. സിജു, മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പഞ്ഞമാസക്കാലമാണ്, കാരണം ട്രോളിംഗ് നിരോധനമാണ്, വലിയ ബുദ്ധിമുട്ടാണ് മത്സ്യം കിട്ടാനായിട്ട്. അപ്പോൾ അതിന് സഹായമായിട്ടാണ് സാമ്പത്തിക സമാശ്വാസ പദ്ധതി 6000 രൂപ നൽകുന്ന പദ്ധതിക്ക് നമ്മുടെ സർക്കാർ തുടക്കമിട്ടത്. പക്ഷെ പുതിയ സർക്കാർ വന്നതിന് ശേഷം അത് കൊടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൻ്റെ കൂടെയാണ് റേഷനും മുടങ്ങിയിരിക്കുന്നത്. ശരിക്കും പഞ്ഞമാസമാവുകയാണോ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ട്രോളിംഗ് നിരോധന കാലം? മനു, ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധന കാലമാണ്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലം. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെ കാലമാണ്, വറുതിയുടെ കാലമാണ്, പഞ്ഞമാസങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എല്ലാ കാലങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്ക് സഹായവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്താറുണ്ട്. ഒന്ന് പ്രധാനമായും സൗജന്യ റേഷൻ പദ്ധതിയാണ്. ഈ 2 മാസക്കാലം സൗജന്യ റേഷൻ പദ്ധതി വഴി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൃത്യമായി സൗജന്യ റേഷൻ എത്തിക്കാറുണ്ട്. ഇത്തവണ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 20 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ആർക്കും സൗജന്യ റേഷൻ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ കഴിയില്ല. ഈ സമയത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് അരി വാങ്ങിക്കാൻ കൂടി പറ്റാത്ത സാഹചര്യമാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ഈ ഹാർബറുകളിൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കുന്ന ചെറുവള്ളങ്ങളിൽ മാത്രമാണ് മത്സ്യം എത്തുന്നത്. അത് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വിൽപ്പന നടത്താനും അതുമായി ബന്ധപ്പെട്ട് മീൻ പിടിക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിസന്ധി മനസ്സിലാക്കി ഈ സൗജന്യ റേഷൻ സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ ആവലാതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, സമ്പാദ്യ സമാശ്വാസ പദ്ധതി. ഈ പഞ്ഞമാസക്കാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. നേരത്തെ 2016 വരെ അത് 2700 രൂപയായിരുന്നത്. LDF സർക്കാരിൻ്റെ കാലത്ത് പടിപടിയായി അത് ഉയർത്തിക്കൊണ്ട് 6000 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് അത് 6000 രൂപയിലേക്ക് എത്തിച്ചത്. ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം മുതൽ 250 രൂപ വീതം 6 മാസ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഗുണഭോക്തൃ വിഹിതമായി അടക്കുന്നു. അതിനുശേഷം പഞ്ഞമാസം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായി 1500 രൂപ വീതമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മത്സ്യത്തൊഴിലാളികളുടെ 1500 രൂപ വിഹിതം, കേന്ദ്ര സർക്കാരിൻ്റെ 1500 രൂപ വിഹിതം, സംസ്ഥാന സർക്കാരിൻ്റെ 1500 രൂപ വിഹിതം എന്നിങ്ങനെയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിൽ ഇത് 6000 രൂപയായി, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൂടി വർദ്ധിപ്പിച്ച് 6000 രൂപയായി നൽകി. എന്നാൽ ഇത്തവണ സംഭവം ഈ മെയ് മാസം മുതൽ വിതരണം ചെയ്യേണ്ട സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ ഒരു ഗഡു മാത്രമാണ് വിതരണം ചെയ്തത്. അതായത് മത്സ്യത്തൊഴിലാളികൾ 6 മാസ കാലയളവിൽ അടച്ച 1500 രൂപ മാത്രമാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാകേണ്ട തുകയാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ തുകയായി തോന്നാം, പക്ഷേ അവർക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആശ്വാസമാകേണ്ട ഒരു തുകയാണ് ഈ 6000 രൂപ. അതിൽ ഗുണഭോക്തൃ വിഹിതമായി അടച്ച 1500 രൂപ മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. വലിയ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ആശങ്ക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, വലിയ ബുദ്ധിമുട്ടിലാണ്. സംസ്ഥാനത്താകെ 1.47 ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കായി 82 കോടി രൂപയാണ് ആകെ ഈ 3 മാസങ്ങളിലായി നൽകേണ്ട തുക. എന്നാൽ ഈ തുക നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധിയിലേക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ എത്തിച്ചിരിക്കുന്നത്. മനു, ശരി. സിജു കണ്ണൻ കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകിയത്. ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 6000 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു ചെറിയ തുകയായിട്ടൊക്കെ തോന്നാം. പക്ഷേ ആ മനുഷ്യർക്ക് ഈ പഞ്ഞമാസക്കാലത്ത് അവരുടെ ജീവിതം കരുപ്പിടിക്കാനുള്ള ഏറ്റവും വലിയ ആശ്രയമായിരുന്നു ആ തുകയെന്ന് പറയുന്നത്.